ഫിഫ്ത്ത് വൺ ഡിസിഷൻ ഏരിയ പ്രോബ്ലം ഓഫ് കീ ഫാക്ടർ ആണ്. അപ്പോൾ പ്രോബ്ലം ഓഫ് കീ ഫാക്ടറിൽ എങ്ങനെയാണ് മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്ക് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. വിത്ത് ദ ഹെൽപ്പ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് എ പ്രൊഡക്റ്റ് ഈസ് ഓൾവേസ് മെഷേർഡ് വിത്ത് റെഫറൻസ് ടു കോൺട്രിബ്യൂഷൻ. അതായത് നമ്മൾ എപ്പോഴും ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യുക കോൺട്രിബ്യൂഷൻ പരിഗണിച്ചുകൊണ്ടായിരിക്കും. അങ്ങനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്കിൽ പഠിച്ചിരിക്കുന്നത്. ഓക്കെ, എ കൺസേൺ വുഡ് ട്രൈ ടു സെൽ ഓൺലി ദോസ് പ്രൊഡക്റ്റ് വിച്ച് ഹാവിങ് ഹയർ കോൺട്രിബ്യൂഷൻ. അതായത് ഒരു പ്രൊഡക്റ്റിന് ഏത് പ്രൊഡക്റ്റിനാണോ കൂടുതൽ കോൺട്രിബ്യൂഷൻ ആ പ്രൊഡക്റ്റാണ് കൂടുതൽ പ്രോഫിറ്റബിൾ ആവുക. സോ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൊഡക്റ്റാണ് കൺസേൺ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യാൻ നോക്കുക, പ്രൊഡ്യൂസ് ചെയ്യാനും സെല്ല് ചെയ്യാനും നോക്കുക. അങ്ങനെ ആകുമ്പോൾ ആ സ്ഥാപനത്തിന് എന്ത് കിട്ടും, കൂടുതൽ പ്രോഫിറ്റ് കിട്ടും. ദിസ് ഈസ് ബേസ്ഡ് ഓൺ ദ അസംഷൻ ദാറ്റ് പ്രൊഡക്ഷൻ ക്യാൻ ബി ഇൻക്രീസ് ടു എനി എക്സ്റ്റെൻറ്റ്. അതായത് നമുക്ക് എത്ര വേണമെങ്കിലും പ്രൊഡക്ഷൻ ചെയ്യാനുള്ള ഒരു അസംഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കാര്യം പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിന് കൂടുതൽ കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് എത്ര വേണമെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ള ഒരു അസംഷൻ അവിടെ നിലനിൽക്കുന്നുണ്ട്. ബട്ട് ദിസ് അസംഷൻ ഈസ് അൺറിയലിസ്റ്റിക് ഡ്യൂ ടു എക്സിസ്റ്റൻസ് ഓഫ് സെർട്ടൈൻ ഫാക്ടർ. പക്ഷേ ഈ പറയുന്ന അസംഷൻ അൺറിയലിസ്റ്റിക് ആണ്. അതായത് ശരിക്കും പ്രാബല്യത്തിൽ വരുന്ന സമയത്ത് ഈ ഒരു അസംഷൻ നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ആ ഒരു സ്ഥാപനത്തിൽ എപ്പോഴും ഒരു സെർട്ടൈൻ ഫാക്ടേഴ്സ് നിലനിൽക്കുന്നുണ്ട്. ആ ഫാക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് കീ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ലിമിറ്റിംഗ് ഫാക്ടേഴ്സ്. കീ ഫാക്ടർ അല്ലെങ്കിൽ ലിമിറ്റിംഗ് ഫാക്ടർ ഈസ് ദ ഫാക്ടർ വിച്ച് ലിമിറ്റ് വോളിയം ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് പ്രോഫിറ്റ് ഓഫ് ബിസിനസ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ പ്രൊഡക്ഷനും പ്രോഫിറ്റും ലിമിറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് കീ ഫാക്ടർ അല്ലെങ്കിൽ ലിമിറ്റിംഗ് ഫാക്ടർ. ഈ ഫാക്ടേഴ്സ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു പ്രൊഡക്റ്റ് നമുക്ക് എത്ര വേണമെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. കീ ഫാക്ടറിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരുപാടുണ്ട്. ഇപ്പോൾ ഡിമാൻഡ്, മെറ്റീരിയൽസ്, ലേബർ, ക്യാപിറ്റൽ, ഇതൊക്കെ കീ ഫാക്ടേഴ്സിന് എക്സാമ്പിളാണ്. അതിലിപ്പോൾ മെറ്റീരിയൽ നമ്മൾ എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിന് കൂടുതൽ കോൺട്രിബ്യൂഷൻ ഉണ്ട് എന്ന് വിചാരിക്കുക. എന്നാൽ ആ പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കും, കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്ത് സെല്ല് ചെയ്യാൻ നോക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, കൂടുതൽ പ്രോഫിറ്റ് കിട്ടും. പക്ഷേ ആ പ്രൊഡക്റ്റിൻ്റെ മെറ്റീരിയൽസ് അവൈലബിൾ അല്ല എങ്കിൽ, അതായത് നമ്മൾ വിചാരിച്ചത്ര പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മുടെ കയ്യിലില്ല എങ്കിൽ നമുക്ക് ആ പ്രൊഡക്ഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല, ആ പറയുന്ന യൂണിറ്റിൽ വരെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊരു ലിമിറ്റിംഗ് ഫാക്ടറാണ് മെറ്റീരിയൽ. അതുപോലെ ഇപ്പോൾ എക്സാമ്പിൾ ലേബർ, ഇപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലേബേഴ്സ് നമ്മളുടെ കയ്യിൽ അത്രക്കൊന്നും ഇല്ല എങ്കിൽ അത് മറ്റൊരു ലിമിറ്റിംഗ് ഫാക്ടേഴ്സാണ്. അപ്പോൾ ഈ പറയുന്ന ഫാക്ടേഴ്സ് എല്ലാം നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പ്രൊഡക്ഷൻ്റെ വോളിയം നമ്മളുടെ വിചാരിച്ച ആ ഒരു യൂണിറ്റ്സിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റില്ല. So when both contribution and key factors are known, the profitability of the product is measured by dividing contribution by the key factor. അതായത് നേരത്തെ ഞാൻ പറഞ്ഞത് എന്താണ്, ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യുന്നത് അതിൻ്റെ കോൺട്രിബ്യൂഷൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ അവിടെ കീ ഫാക്ടർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് കൂടി നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റി കോൺട്രിബ്യൂഷൻ വെച്ചുകൊണ്ട് മാത്രം അളക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ കീ ഫാക്ടേഴ്സ് കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കണം മെഷർ ചെയ്യേണ്ടത്. സോ അതെങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത്. കോൺട്രിബ്യൂഷനും കീ ഫാക്ടേഴ്സും നമുക്കറിയാമെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യേണ്ടത് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ കോൺട്രിബ്യൂഷൻ ബൈ ദ കീ ഫാക്ടർ നോക്കിയിട്ടാണ്. അതായത് കോൺട്രിബ്യൂഷനെ കീ ഫാക്ടേഴ്സിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഒരു എമൗണ്ട് കിട്ടും. ആ എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ. സോ പിന്നീട് ആ പ്രൊഡക്റ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യേണ്ടത് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ വെച്ചുകൊണ്ടായിരിക്കണം. ഒരിക്കലും കോൺട്രിബ്യൂഷൻ മാത്രം നോക്കിക്കൊണ്ട് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് കിട്ടിയ കോൺട്രിബ്യൂഷനെ കീ ഫാക്ടേഴ്സിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ഒരു ടേമിനെ വിളിക്കുന്ന പേരാണ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ. സോ പിന്നീട് നമ്മൾ ആ പ്രൊഡക്റ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യേണ്ടത് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓഫ് കീ ഫാക്ടർ അല്ലെങ്കിൽ ലിമിറ്റഡ് ഫാക്ടർ വെച്ചുകൊണ്ടായിരിക്കണം.
ദെൻ ഏത് പ്രൊഡക്റ്റിനാണോ കൂടുതൽ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ കിട്ടുന്നത് ആ പ്രൊഡക്റ്റ് ആയിരിക്കണം കൂടുതൽ പ്രൊഡ്യൂസ് ആൻഡ് സെല്ല് ചെയ്യേണ്ടത്. കാരണം അതിൽ നിന്നായിരിക്കും നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുക. ഇങ്ങനെയാണ് കൺക്ലൂഷൻ വരേണ്ടത്. സോ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. From the following information, which product would you recommend to be manufactured in a factory? Time being the key factor. താഴെ തന്നിരിക്കുന്ന ഡാറ്റയിൽ ഏത് പ്രൊഡക്റ്റാണ് നിങ്ങൾ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫാക്ടറിക്ക് റെക്കമെൻഡ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇവിടെ കീ ഫാക്ടർ കൂടി നിലനിൽക്കുന്നുണ്ട്. ഇവിടുത്തെ കീ ഫാക്ടർ എന്ന് പറയുന്നത് ടൈമാണ്. ഓക്കെ, എക്സും വൈയും രണ്ട് പ്രൊഡക്റ്റാണ് തന്നിരിക്കുന്നത്, എക്സ് ആൻഡ് വൈ. അതിൻ്റെ കോസ്റ്റ് ഡാറ്റ തന്നിരിക്കുന്നു. ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട്, ഡയറക്റ്റ് ലേബർ ഉണ്ട്, അതുപോലെ വാരിയബിൾ ഓവർ ഹെഡ് ഉണ്ട്, സെല്ലിംഗ് പ്രൈസ് ഉണ്ട്, സ്റ്റാൻഡേർഡ് ടൈം ടു പ്രൊഡ്യൂസും ഉണ്ട്. ഇവിടെ ടൈമാണ് കീ ഫാക്ടർ, അതുകൂടി തന്നിട്ടുണ്ട്. ടൈം എന്ന് പറയുന്നത് എക്സിൻ്റെ സ്റ്റാൻഡേർഡ് ടൈം 2 ഹവറും വൈയുടെ 3 ഹവറും ആണ്. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പോവാം. നമുക്കറിയാം എങ്ങനെയാണ് ഇവിടെ ഡിസിഷൻ എടുക്കേണ്ടത്. ഏത് പ്രൊഡക്റ്റാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുക, ഏത് പ്രൊഡക്റ്റിനാണോ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓഫ് കീ ഫാക്ടർ കൂടുതൽ കിട്ടുന്നത് ആ പ്രൊഡക്റ്റ് ആയിരിക്കണം നമ്മൾ റെക്കമെൻഡ് ചെയ്യേണ്ടത്, അല്ലേ? അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷനും അറിയണം, കീ ഫാക്ടറും അറിയണം. ഇവിടെ കീ ഫാക്ടർ എന്ന് പറയുന്നത് നമുക്കറിയാം, അതെന്താണ്? ടൈമാണ്. ആ ടൈം ഇവിടെ ഡയറക്റ്റ് എക്സിൻ്റെയും വൈയുടെയും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എക്സിൻ്റെ 2 ഹവറും വൈയുടെ 3 ഹവറും. അത് തന്നെയാണ് നമ്മുടെ കീ ഫാക്ടർ. ഇനി എന്താണ് വേണ്ടത്? കോൺട്രിബ്യൂഷനാണ് വേണ്ടത്. കോൺട്രിബ്യൂഷനും കീ ഫാക്ടറും വേണമല്ലോ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓഫ് കീ ഫാക്ടർ കണ്ടുപിടിക്കാൻ. അപ്പോൾ കീ ഫാക്ടർ നമുക്കറിയാം, ഇനി കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാം. കോൺട്രിബ്യൂഷൻ്റെ സാധാരണഗതിയിലുള്ള ഇക്വേഷൻ എന്താണ്? സെല്ലിംഗ് പ്രൈസ് മൈനസ് വാരിയബിൾ കോസ്റ്റ്, അല്ലേ? ഇവിടെ എക്സിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്രയാണ് തന്നിരിക്കുന്നത്? 200. ഓക്കെ, എക്സിൻ്റെ വാരിയബിൾ കോസ്റ്റാണ് ഇനി അറിയേണ്ടത്. വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, വാരിയബിൾ ഓവർ ഹെഡ്. ഇതൊക്കെയാണ് നമ്മുടെ വാരിയബിൾ കോസ്റ്റ്. അപ്പോൾ ഇതൊക്കെയാണ് എടുക്കേണ്ടത്. ഡയറക്റ്റ് മെറ്റീരിയൽ 48 രൂപ, ഡയറക്റ്റ് ലേബർ 4 രൂപ എന്ന് തന്നിട്ടുണ്ട്. ₹2 പെർ അവർ ആണ്, അതായത് 1 മണിക്കൂറിന് വെച്ചിട്ട് 2 രൂപയാണ് ഡയറക്റ്റ് ലേബർ വരിക. എക്സിൻ്റെ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് എത്രയാണ്? സ്റ്റാൻഡേർഡ് ടൈം ടു പ്രൊഡ്യൂസിൽ 2 അവർ തന്നെയാണ്. അപ്പോൾ ആ ₹2 2 അവർ കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് കിട്ടുന്നതാണ് എക്സിന് നേരെയുള്ള 4 എന്ന് പറയുന്നത്. അതായത് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. ഡയറക്റ്റ് ലേബറിന്ന് ഫിഗർ എക്സിൽ എത്രയാണ് തന്നിരിക്കുന്നത്? 4 ആണ്. ബ്രാക്കറ്റിൽ ₹2 പെർ അവർ എന്ന് പറയുന്നുണ്ട്. അതായത് 1 മണിക്കൂറിന് 2 രൂപയാണ് ഡയറക്റ്റ് ലേബർ ആവുക. അതിനർത്ഥം എക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് ഏറ്റവും താഴെ 2 അവർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂറിന് 2 രൂപയാണ് ഡയറക്റ്റ് ലേബർ എങ്കിൽ 2 മണിക്കൂറിന് എത്ര രൂപ വരും? 2 × 2 4. അതാണ് ഈ 4 ഡയറക്റ്റ് എഴുതിയിരിക്കുന്നത്, ഡയറക്റ്റ് ലേബറിൻ്റെ നേരെ. അതുപോലെ തന്നെയാണ് വാരിയബിൾ ഓവർ ഹെഡിലും 1 മണിക്കൂറിന് 4 രൂപയാണ് വാരിയബിൾ ഓവർ ഹെഡ് വരിക. അങ്ങനെയാണെങ്കിൽ 2 മണിക്കൂറിന് 4 × 2 8. അതാണ് എക്സിൻ്റെ നേരെ 8 എന്ന് എഴുതിയിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് വൈയും. അപ്പോൾ അത് എങ്ങനെയാണ് ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന കാര്യവുമായിട്ട് കൺഫ്യൂഷൻ വരണ്ടെന്ന് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ്. നമുക്ക് വാരിയബിൾ കോസ്റ്റാണ് എടുക്കേണ്ടത്. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, വാരിയബിൾ ഓവർ ഹെഡ്, ഇതൊക്കെയാണ് നമ്മുടെ വാരിയബിൾ കോസ്റ്റ്. അപ്പോൾ എക്സിൻ്റെ വാരിയബിൾ കോസ്റ്റ് ടോട്ടൽ എത്ര വരും? 48 + 4 + 8 എത്രയാണ് എമൗണ്ട് വരിക? 8 × 4 = 12, 48, 60 രൂപ വരും, അല്ലേ? ആ 60 200 മൈനസ് ചെയ്യുക, സെല്ലിംഗ് പ്രൈസിൽ നിന്ന് മൈനസ് ചെയ്താൽ എക്സിൻ്റെ കോൺട്രിബ്യൂഷൻ കിട്ടുക 140 ഇതുപോലെ തന്നെ വൈ എന്ന പ്രൊഡക്റ്റിൻ്റെ കോൺട്രിബ്യൂഷനും കാണാം. സെല്ലിംഗ് പ്രൈസ് 220 ആണ്. അതിന് 28ഉം 6ഉം 12ഉം ആഡ് ചെയ്തിട്ട് അത് മൈനസ് ചെയ്താൽ 174 രൂപയാണ് വൈയുടെ കോൺട്രിബ്യൂഷൻ കിട്ടുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓഫ് കീ ഫാക്ടറാണ് കണ്ടുപിടിക്കേണ്ടത്. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓഫ് കീ ഫാക്ടറിൻ്റെ ഇക്വേഷൻ എന്താണ്? നമ്മൾ എക്സ്പ്ലനേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു എക്സ്പ്ലനേഷനിൽ പറഞ്ഞിട്ടുണ്ടായത്? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ കീ ഫാക്ടർ എന്നുള്ളതാണ്
കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓഫ് കീ ഫാക്ടറിൻ്റെ ഇക്വേഷൻ. ഈ ഒരു ലാസ്റ്റ് സെൻറ്റൻസിൽ പറയുന്നുണ്ട്, വെൻ ബോത്ത് കോൺട്രിബ്യൂഷൻ ആൻഡ് കീ ഫാക്ടേഴ്സ് ആർ നോൺ ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് ഈസ് മെഷേർഡ് ബൈ ഡിവൈഡിങ് കോൺട്രിബ്യൂഷൻ ബൈ ദ കീ ഫാക്ടർ. കോൺട്രിബ്യൂഷനെ കീ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, കിട്ടുന്നതാണ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓഫ് കീ ഫാക്ടർ അല്ലെങ്കിൽ ലിമിറ്റിംഗ് ഫാക്ടർ. അത് തന്നെയാണ് ഇവിടെ ചെയ്യേണ്ടത്. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓഫ് കീ ഫാക്ടർ കണ്ടുപിടിക്കുക, എക്സിൻ്റെയും വൈയുടെയും. അപ്പം എക്സിൻ്റെ കേസിൽ കോൺട്രിബ്യൂഷൻ എത്ര കിട്ടി? 140 കിട്ടി. 140 ഇതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഏതാണ് കീ ഫാക്ടർ? ടൈം ആണല്ലേ. ടൈം എത്രയാണ് എക്സിൻ്റെ? 2 ഹവറാണ്. അപ്പോൾ 140 ഡിവൈഡഡ് ബൈ 2, എക്സിൻ്റെത് 70 കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓഫ് കീ ഫാക്ടർ കിട്ടുക. അതുപോലെ തന്നെ വൈഡ് എത്ര കിട്ടും? 174 ഡിവൈഡഡ് ബൈ 3, 58 കിട്ടും. അപ്പം എക്സിൻ്റെത് 70ഉം വൈഡ് 58ഉമാണ് കിട്ടുക. ഏതാണ് കൂടുതൽ വരുന്നത്? പ്രൊഡക്റ്റ് എക്സ് ആണല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൊഡക്റ്റ് എക്സ് എന്ത് ചെയ്യാം? ചൂസ് ചെയ്യാമെന്നാണ് എഴുതേണ്ടത്. ഓക്കെ, ഓൺ ദ ബേസിസ് ഓഫ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓഫ് കീ ഫാക്ടർ വി ഹാവ് ടു ചൂസ് ദ പ്രൊഡക്റ്റ് എക്സ്. അതാണ് ആൻസറായിട്ട് വരിക. ഇനി ഇവിടെ നിങ്ങൾ കൺഫ്യൂഷൻ വരുന്ന കാര്യം, ഈ ഒരു ആൻസറിൽ നമ്മൾ പി വി റേഷ്യോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പം എക്സിൻ്റെ പി വി റേഷ്യോ നമ്മൾ ചെയ്യുന്നു. സാധാരണ പി വി റേഷ്യോൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽ ഇൻറ്റു 100 ആണ് അല്ലേ. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 140 കിട്ടിയിട്ടുണ്ട്. സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 200 ഇൻറ്റു 100, 70% ആണ് എക്സിൻ്റെ പി വി റേഷ്യോ കിട്ടുക. അതുപോലെ വൈയുടെ പി വി റേഷ്യോ കൂടി കാണുകയാണ്. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽ ഇൻറ്റു 100, 174 ഡിവൈഡഡ് ബൈ 200, 220 ഇൻറ്റു 100, 79% ആണ് വൈഡ് കിട്ടുക. സോ ഇവിടെ പി വി റേഷ്യോ ഏത് പ്രൊഡക്റ്റിൻ്റെ പി വി റേഷ്യോ ആണ് കൂടുതൽ വരുന്നത്? വൈഡ് ആണ്. വൈഡ് എത്രയാണ്? 79%. അതായത് പി വി റേഷ്യോൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പ്രൊഡക്റ്റ് വൈ ഈസ് മോർ പ്രോഫിറ്റബിൾ. വൈക്കാണ് കൂടുതൽ പി വി റേഷ്യോ കിട്ടുന്നത്. അതുകൊണ്ട് വൈ ആണ് കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ട് വരുന്നത്. കാരണം വൈയുടെ കോൺട്രിബ്യൂഷനാണ് അധികം അല്ലേ. വൈയുടെ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 174. സാധാരണ നമ്മൾ മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്കിൽ ഏത് പ്രൊഡക്റ്റിൻ്റെ കോൺട്രിബ്യൂഷനാണോ കൂടുതൽ വരുന്നത് അതായിരിക്കും കൂടുതൽ പ്രോഫിറ്റബിൾ എന്നാണ് പറയുക. അപ്പോൾ എക്സിൻ്റെയും വൈയുടെയും നോക്കുകയാണെങ്കിൽ വൈയുടെ കോൺട്രിബ്യൂഷൻ 174, അതുകൊണ്ട് തന്നെ വൈയുടെ പി വി റേഷ്യോ അധികമായിരിക്കും, അതായത് 79%. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ വൈ എന്ന പ്രൊഡക്റ്റാണ് ഇവിടെ കൂടുതൽ പ്രോഫിറ്റബിൾ. പക്ഷേ ഇവിടെ ടൈം എന്നുള്ള ഒരു കീ ഫാക്ടർ നിലനിൽക്കുന്നുണ്ട്. ടൈം എന്നുള്ള കീ ഫാക്ടർ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് കോൺട്രിബ്യൂഷൻ മാത്രം നോക്കിയിട്ട് ഒരിക്കലും ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റി പറയാൻ പാടില്ല. പകരം ആ കീ ഫാക്ടർ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓഫ് കീ ഫാക്ടർ കണ്ടുപിടിക്കുന്നത്. നമ്മൾ എക്സിൻ്റെയും വൈയുടെയും കണ്ടുപിടിച്ച കീ ഫാക്ടർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എത്രയാണ് എക്സിന് കിട്ടിയത്? 70, വൈക്ക് 58 കിട്ടി. അപ്പം ആ ഒരു രീതിയിൽ പോകുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കിയ കാര്യം, വൈനെക്കാട്ടിയും കൂടുതൽ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓഫ് കീ ഫാക്ടർ കിട്ടുന്നത് എക്സിനാണ്. അപ്പം നേരത്തെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് കൺക്ലൂഷൻ വരുന്നത്. സോ ഈ ഒരു കാര്യത്തിലൂടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ കീ ഫാക്ടർ ഉണ്ടെങ്കിൽ ഒരിക്കലും കോൺട്രിബ്യൂഷൻ്റെ അടിസ്ഥാനത്തിൽ പോകാൻ പാടില്ല. കീ ഫാക്ടർ കൂടി പരിഗണിച്ച് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഓഫ് കീ ഫാക്ടറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം കൺക്ലൂഷൻ എഴുതേണ്ടത്. അതാണ് ഇവിടെ കൺക്ലൂഷനായിട്ട് എഴുതിയിരിക്കുന്നത്. ഓൺ ദ ബേസ് ഓഫ് പി വി റേഷ്യോ പ്രൊഡക്റ്റ് വൈ ഈസ് മോർ പ്രോഫിറ്റബിൾ ബട്ട് ടൈം ഈസ് ദ കീ ഫാക്ടർ. സോ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് ഷുഡ് ബി കാൽക്കുലേറ്റഡ് ഡിവൈഡിങ് കോൺട്രിബ്യൂഷൻ ബൈ കീ ഫാക്ടർ. On the basis of contribution per unit of key factor, product X is more profitable than product Y. അതാണ് conclusion. Okay.